ദാരുണമായ സംഭവമാണ് ഇപ്പോൾ 2 ദിവസം മുമ്പ് സംഭവിച്ചത്. തൊടുപുഴയിൽ 15 വയസ്സുള്ള നമ്മുടെ ബെന്നി എന്ന് പറയുന്ന മാത്യു ബെന്നിയുടെ പശുക്കളൊക്കെ ചത്തുപോവുകയാണ് ഉണ്ടായത്. ആ കുടുംബത്തിന്റെ ഉപജീവന മാർഗവും ആ കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ യുവ കർഷകനുള്ള അവാർഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. അവരുടെ ഉപജീവന മാർഗം തന്നെ പശുക്കളായിരുന്നു. ഒരു ദിവസം കപ്പത്തുണ്ടുകളൊക്കെ വൈകുന്നേരം സാധാരണ കൊടുക്കുന്ന പോലെ കൊടുക്കുകയായിരുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോൾ പശുക്കൾക്കൊക്കെ എന്തോ ഒരു ദേഹാസ്വസ്ഥയും അവരിങ്ങനെ ഓരോന്ന് കാണിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ വേഗം മാത്യു എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കഴിച്ചു വിട്ടു. ഇനി അവർക്ക് ഇതിന്റെ തൊഴുത്തിന്റെ പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അഴിച്ചു വിടുകയാണ് ചെയ്തത്. അങ്ങനെ അഴിച്ചുവിട്ട പശുക്കൾ പല സ്ഥലങ്ങളിൽ ഓടിപ്പോവുകയും അവിടേക്ക് പല ഇടങ്ങളിലായിട്ട് ചത്തു വീഴുകയൊക്കെയാണ് ചെയ്തത്. 6 ഡോക്ടർമാർ വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കപ്പയിലുള്ള സയനൈഡിന്റെ സാന്നിധ്യത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കണ്ടിട്ടാവും ആ പശുക്കളെ നോക്കിയിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുന്നുണ്ടായി. കാരണം മരിച്ചു പോയത് സ്വന്തം ഉറ്റവര് മരിച്ച ഒരു ഫീലിംഗ് ആണ് അവർക്ക് ഉണ്ടായത്. അപ്പൊ അങ്ങനെ വളരെ വിഷമമുള്ള ഒരു കാഴ്ചയാണ് പുതുവർഷത്തിൽ ഉണ്ടായത്. അങ്ങനെ ഒരു നഷ്ടം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് തന്നെ തകർക്കുന്ന ഏതൊരാൾക്കും കേൾക്കുമ്പോൾ സങ്കടം വരുന്ന ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ ഒരു വാർത്തയാണ് ഇത് എന്ന് പറയാം. പഠനത്തോടൊപ്പം മാത്യു പശുക്കളെ വളർത്തുകയും കുട്ടി ക്ഷീര കർഷകനുള്ള അവാർഡൊക്കെ നിരവധി പുരസ്കാരങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഒരുപാട് രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് കപ്പയിൽ എങ്ങനെ വിഷം വന്നത്, എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലെ പച്ചയ്ക്ക് കപ്പ കൊടുക്കുന്നത് കർഷകർ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. കപ്പയുടെ കിഴങ്ങിന്റെ തൊലി, ഇലകൾ തുടങ്ങിയവയാണ് പച്ചയ്ക്ക് തിന്നുന്നത്. ഇവ വിഷകരമായിട്ടുള്ള ഒരു സംഭവമാണ്. കപ്പയിലെ ലിനാമാരിൻ, ലോട്ടോസ്ട്രാലിൻ എന്നീ സൈനോജിനിക് ഗ്ലൂക്കോസൈഡുകളാണ് ഇതിനൊക്കെ കാരണം. കപ്പയിലുള്ള ലിനോമറേസ് എന്ന എൻസൈം ഇവയെ വിഘടിപ്പിച്ച് ഹൈഡ്രജൻ സൈനൈഡ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുക, അതിനങ്ങനെ ഉൽപ്പാദിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് അതൊരു വിഷകരമായിട്ടുള്ള പദാർത്ഥമാവുന്നത്. കയ്പുള്ള കപ്പയിലാണ് ജിനിക് ഗ്ലൂക്കോസൈഡുകൾ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ കയ്പില്ലാത്ത കപ്പയിൽ കിലോയിൽ 20 മില്ലിഗ്രാം സൈനൈഡ് ഉള്ളപ്പോൾ കയ്പുള്ള കപ്പയിൽ കിലോയ്ക്ക് 1000 മില്ലിഗ്രാം വരെ സൈനൈഡ് ഉണ്ടാവും. വരൾച്ച കാലത്ത് ഈ വിഷാംശങ്ങളുടെ അളവ് കൂടുതലാകും ചെയ്യും. അപ്പോൾ ഒരു എലിയെ കൊല്ലാനായിട്ട് കപ്പയിൽ നിന്നും എടുത്ത ശുദ്ധമായ 25 മില്ലിഗ്രാം സൈനോജനിക് ഗ്ലൂക്കോസൈഡ് മതിയാകും. അതായത് ഒരു എലിയെ കൊല്ലാനായിട്ട് 25 ഗ്രാം ആവശ്യമുള്ളൂ. 500-600 കിലോ ഭാരമുള്ള ഒരു പശുവിനെ മരണകാരണമാവാനായിട്ട് വെറും 300-400 ഗ്രാമിന്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോ പാചക രീതിയിലെ പിഴവ് മൂലം മിച്ചം വരുന്ന സൈനൈഡ് അംശം മൂലം താൽക്കാലികമായിട്ട് സൈനൈഡ് ലഹരി, ഗോയിറ്റർ നാഡീരോഗമായ അഡാക്ടേരിയ, പാൻക്രിയാസ് വീക്കം എന്നിവയൊക്കെ ഉണ്ടാവും. അപ്പൊ പശുക്കൾക്ക് ഈ കപ്പയുടെ തോടൊക്കെ കൊടുക്കുന്നവർ എന്തായാലും ശ്രദ്ധിക്കുക. ഈ കുട്ടിക്ക് ഉണ്ടായ ഒരു ദുഃഖം അത് വളരെ വലുത് തന്നെയാണ്. ഇനി എങ്ങനെ ആ കുടുംബം ജീവിക്കുന്ന അറിയില്ല. സന്മനസ്സുള്ളവരുടെ ഒരു സഹായമൊക്കെ ചിലപ്പോൾ ഇനി അവർക്ക് ഉണ്ടായെന്ന് വരാം. അപ്പോ നമുക്ക് പറ്റുന്നവർക്കൊക്കെ ബാലിനെ സഹായിക്കും. ഒരു പശുക്കുട്ടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ട് അത്രയും മുന്നിലുള്ളവർക്ക് അതൊരു ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ആ കുട്ടിക്ക് അതൊരു നല്ലൊരു സന്തോഷമായിരിക്കും. ഒരു 10 പശുപ്പോയി കൊടുത്ത് ആ പശുപ്പോയിന്റെ വിഷമം എന്തായാലും മാറില്ല. പശുക്കളെ സ്വന്തം മുറ്റവരായിട്ട് തന്നെയാണ് കണ്ടത്. പക്ഷെ ആ 10 പശുക്കൾ ഇല്ലാത്ത വിഷമം നമുക്ക് ഒരു 100 പശുവിലൂടെ നൽകാൻ കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടുന്ന സന്തോഷം അത് ഒരുപാട് തന്നെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾക്കും ഇതുപോലെ പശുക്കുട്ടികളെ അവർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. അപ്പോൾ ഈ ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തുന്ന സ്ഥിതിക്ക് നല്ല സാമ്പത്തികമായിട്ട് ഉന്നതിയിലുള്ളവർക്ക് എത്തുമ്പോൾ അവർ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ കുട്ടിയെ സഹായിക്കാൻ തോന്നിയാലോ, അപ്പൊ നിങ്ങൾ കാരണം ചിലവൊന്നുമില്ലാതെ നിങ്ങൾ കാരണം ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു സഹായമൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളിലേക്ക് സുഹൃത്തുക്കൾ പലരും പശു വളർത്തൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കൂടി ഇങ്ങനെ കപ്പയുടെ വിഷാംശമായിട്ടുള്ള ഒരു ഭാഗമുണ്ട് എന്നുള്ളത് കൂടി പറഞ്ഞു കൊടുക്കുക കൂടി ചെയ്താൽ അതൊരു വളരെ വലിയൊരു കാര്യമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ പ്രതികരണം? കമന്റ് ആയിട്ട് മറ്റൊരു വീഡിയോയിലൂടെ